ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. ബോട്ടിലും ക്ലോത്ത് പീസും ഉപയോഗിച്ച് നമുക്ക് ഒരു അടിപൊളി പൗച്ച് ഉണ്ടാക്കിയെടുക്കാം. കട്ട് ചെയ്തെടുത്ത ബോട്ടിലിനെ ഇതുപോലെ തുണി ഉപയോഗിച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഗിഫ്റ്റൊക്കെ പൊതിയുന്ന ആ ഒരു ടെക്നിക്കിലാണ് ഞാനിവിടെ ഇത് മടക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ നീഡിൽ ഉപയോഗിച്ച് മടക്കുന്ന ഭാഗം സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കൂട്ടുകാർക്ക് അറിയാവുന്ന കൈത്തുന്നൽ ഉപയോഗിച്ച് ഇതൊന്ന് തുന്നിയെടുക്കാം കേട്ടോ. തുന്നാനൊക്കെ എല്ലാ കൂട്ടുകാർക്കും മടിയാണെന്നറിയാം. എന്നാലും ഫൈനൽ റിസൾട്ട് കണ്ടാൽ കൂട്ടുകാർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ബാലൻസായി കിടക്കുന്ന ആ ഒരു ക്ലോത്ത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തുന്നുന്നതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല കേട്ടോ. എക്സ്ട്രാ വരുന്ന ക്ലോത്ത് പീസ് മുറിച്ച് കളഞ്ഞ ശേഷം മടക്കി ഒന്ന് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി വേണ്ടതൊരു റിബണാണ്. കടകളിൽ കാണുന്ന ക്യൂട്ടായിട്ടുള്ള ബോക്സുകൾ കാണുമ്പോൾ നമ്മളത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ടല്ലേ. അപ്പോൾ എല്ലാ പാരൻസൊന്നും ചിലപ്പോൾ മേടിച്ച് തന്നെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള ബോക്സ് ഉണ്ടാക്കിയാൽ കൂട്ടുകാരുടെ ഇടയിൽ ഷൈൻ ചെയ്യാം. ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് 2-3 എണ്ണം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മാറി മാറി കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്ട്രിങ് ബാഗിൽ റോപ്പ് യൂസ് ചെയ്യുന്ന അതേ മെത്തേഡിലാണ് നമ്മളിവിടെ റിബൺ കോർത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. സ്ട്രിങ് ബാഗിൻ്റെ ആ ഒരു റോപ്പ് ടെക്നിക്ക് മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പൈസയൊന്നും ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യൂട്ട് ബോക്സാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റൊക്കെ കാണാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ക്ലോത്ത് പീസ് ഉണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഈ ആർട്ട് സ്റ്റോറി കഴിഞ്ഞ ദിവസം 5K സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഓരോ ദിവസം ഓരോ വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാവുന്നത്. അപ്പോൾ എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായ ക്രാഫ്റ്റും ആർട്ടൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആർട്ടും ക്രാഫ്റ്റും ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.